Assalamu alaikum wa rahmatullahi wa barakatuh. Hello everyone, welcome back our Darul FM. നമുക്ക് പറയാനുണ്ട് കുറച്ച് ചിരിയും കൂടുതൽ ചിന്തയും. ഇന്ന് നമ്മുടെ എഫ്എമ്മിന്റെ സെക്കൻഡ് എപ്പിസോഡാണ്. ഫസ്റ്റ് എപ്പിസോഡ് എല്ലാവരിൽ നിന്നും പോസിറ്റീവ് റെസ്പോണ്ട് തന്നെ കിട്ടി അല്ലേ ആർജി ജുമാന? അതെ അതെ, നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് വളരെ മികച്ചതായിരുന്നു. ഇന്നും നമുക്ക് ഒരുപാട് എന്റർടൈൻമെന്റ്സ് അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. യെസ്, ആദ്യം തന്നെ ഹൃദയത്തിന് സമാധാനം തരുന്ന ഒരു കിറാത്ത് കേൾക്കാം. ദാറുൽ ഖുർആൻ അക്കാദമിയിലെ റയ്യാൻ MC. أعوذ بالله من الشيطان الرجيم لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. ഇനി അടുത്തതായി നമുക്ക് ഒരു ഇംഗ്ലീഷ് സ്റ്റോറി കേട്ടാലോ? പ്രസന്റ് ചെയ്യുന്നത് അൽഫിത്ര ലെവൽ 1 സ്റ്റുഡന്റ് ഇഷാൽ അമാനി. Assalamu alaikum wa rahmatullahi wa barakatuh. My name is Ishal Amani. I am telling story of the two cats and a monkey. Once upon a time, there were two cats. They were good friends. One day, they got a piece of bread while sharing. They make big and small pieces, so they began to fight for the bigger piece. At the same time, Monkey saw the fighting. Monkey said, I will share it equally. Monkey bite bigger piece to make it equal. Bit by bit, Monkey ate the whole bread. The poor cat lost the bread. Moral: we must learn to share what we have. വാട്ട് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. ആ കുഞ്ഞു ശബ്ദത്തിൽ കേൾക്കാൻ തന്നെ ഒരു കൗതുകമുണ്ടല്ലേ. ഇനി അടുത്തതായി ഒരു അറബിക് സ്പീച്ച് കേട്ടാലോ? പ്രാസംഗിക അൽഫിത്ര ബിഗിനർ സ്റ്റുഡന്റ് അസ്വ. Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah, alhamdulillah, salatu wassalam ala rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. Ana Islam, Islam dinu salam, Islam walimuna sidq wal amanata. Ana muslimat, salli wa sumu bil Quran, nurun fi qalbi, jazakallahu khairan kaseera. Assalamu alaikum. വാവ്, എത്ര മനോഹരമായിരുന്നു ഈ കുഞ്ഞു പ്രാസംഗിക. പെട്ടെന്ന് കഴിഞ്ഞതുപോലെ അല്ലേ? എങ്കിലും അവളുടെ കോൺഫിഡൻസ് ലെവൽ അടിപൊളി തന്നെ. അതെ അതെ. ഇനി നമ്മുടെ സ്കൂൾ എഫ്എമ്മിന്റെ രണ്ടാം എപ്പിസോഡിൽ നിങ്ങളുടെ മനസ്സിൽ ഭക്തിയുടെയും കലയുടെയും മഴ പെയ്യിക്കാനെത്തുന്നു മനോഹരമായൊരു മാപ്പിളപ്പാട്ട്. പാട്ട് തുടങ്ങിയാൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മെ മറ്റൊരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകും. കേൾക്കാം, ആസ്വദിക്കാം, ഒപ്പം പാടിയാലോ? അൽഫിത്ര ഗ്രേഡ് 1 സ്റ്റുഡന്റ് മുഹമ്മദ് ഹാനിഷ്. അസ്സലാമു അലൈക്കും. ലബ്ബൈക പാടുന്നു ചിന്നകുട്ടി അടങ്ങല് മുതിർന്നൊരടുക്കുന്നു ലക്ഷ്യം
നീരാഹിന്റെ പൊരുത്തത്തിലൊരുങ്ങിക്കൊണ്ട് ചുവടി നടക്കും. ഉള്ളു തൊടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ചു മതി ചുടനോർത്തു രസിച്ചു പതിമകത്തടുത്തിരുന്നേ. റബ്ബിൽ ഉതിവിട്ടു നടത്തിടുന്നേ. കൽബിൽ പെരുത്ത മുഹമ്മത്തുടെ ഒരുത്തനെ തേടി മിണ്ടാനേ മിണ്ടാൻ മുണ പോണ്ടാനേ. ലബ്ബൈക പാടുന്നു ജനകുടി അടങ്ങലും മുതിർന്നവരടുക്കുന്നു ലക്ഷ്യം. നീലാഹിന്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ട് ചവിടി നടക്കും. ഉള്ളു തടിച്ച് കതിച്ച് വിളിച്ച് ജയിച്ചു മതി ചുടനോർത്തു രസിച്ചു പതിമക്ക തടുത്തിരുന്നേ. റബ്ബിൽ ഉതിവിട്ടു നടത്തിയിരുന്നേ. കൽബിൽ പെരുത്ത മുഹമ്മത്തോടെ ഒരുത്തനെ തേടി മിണ്ടാനേ മിണ്ടാൻ മുണ പോണ്ടാനേ. പല ദേശം പല ഭാഷ പല വിഷമാവിടം പല പല സംസ്കാരങ്ങൾ സമ്മേളിക്കുമേ വിടം. പല ദേശം പല ഭാഷ പല വേഷമാവിടം പല പല സംസ്കാരങ്ങൾ സമ്മേളിക്കുമേ വിടം. അഖിലൊരു ഹതിലുള്ള വിളിച്ചര വിളിക്കട്ടെ അതിർപ്പത്തിയുടെ വചനങ്ങൾ ഒരു വിട്ടു പാടി അവർ തേടി ജഗമാകെ പടച്ച് വരച്ച് തുടച്ച് തുടച്ച് നയിച്ച് പുരാനെ വിളിച്ചു മിണ്ടാനെ മിണ്ടാൻ ഗുണ പോണ്ടാനേ. ലബ്ബൈക പാടുന്നു ജനകുടി അടങ്ങലും മുതിർന്നവരടുക്കുന്നു ലക്ഷ്യം. നീലാഹിന്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ട് ചവിടി നടക്കും. ഉള്ളു തടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ചു മതിച്ചുടനോർത്തു രസിച്ചു പതിമകത്തടുത്തിരുന്നേ. റബ്ബിൽ ഉതിവിട്ട് നടത്തിരുന്നേ. കൽബിൽ പെരുത്ത മുഹമ്മത്തുടെ ഒരുത്തനെ തേടി മിണ്ടാനെ മിണ്ടാൻ മുണ പോണ്ടാനേ. സഫ മർവ കീഴക്കാവൻ സായികൾ നടത്തി സ്മരണയിൽ ഹാജറും മകനുമായി വന്നെത്തി. സഫ മർവ കീഴക്കാവൻ സായികൾ നടത്തി സ്മരണയിൽ ഹാജറും മകനുമായി വന്നെത്തി. സ്ഥിതികളിൽ പകരുന്ന ജലശബ്ദം കൂട്ടിച്ച് സുബഹാനസകമേറുമൊരു വിട്ടു പാടി അവർ തേടി ജഗമാകെ പടച്ച് വരച്ച് തുടച്ച് തുടച്ച് നയിച്ച് പുരാനെ വിളിച്ചു മിണ്ടാനെ മിണ്ടാൻ ഉണ പോണ്ടാനേ. ലബ്ബൈക പാടുന്നു ചെന്നുകുട്ടി അടങ്ങലും മുതിർന്നവരടുക്കുന്നു ലക്ഷ്യം. നീലാഹിന്റെ പൊരുത്തത്തിൽ ഇറങ്ങിക്കൊണ്ട് ചുവടി നടക്കും. ഉള്ളു തടിച്ച് കതിച്ച് വിളിച്ച് ജയിച്ചു മതിച്ചുടനോർത്തു രസിച്ചു പതിമക്കത്തടുത്തിടുന്നേ. റബ്ബിൽ ഉതിവിട്ടു നടത്തിടുന്നേ. കൽബിൽ പെരുത്ത മുഹമ്മത്തോടെ ഒരുത്തനെ തേടി മിണ്ടാനേ മിണ്ടാൻ മുണ പോണ്ടാനേ. ശുക്രൻ. മനസ്സിന് നല്ലൊരു കുളിരായി പോയല്ലോ. നമ്മുടെ സ്കൂൾ റേഡിയോയിൽ ഇതുപോലുള്ള സുഖമേകുന്ന നിമിഷങ്ങൾ ഇനിയും ഉണ്ടാകും. ഇനി അടുത്തതായി ഒരു സ്റ്റോറി കേട്ടാലോ? അറബിക് സ്റ്റോറിയാണേ. അവതരിപ്പിക്കുന്നത് അൽഫിത്ര ലെവൽ 2 സ്റ്റുഡന്റ് അസാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. في يوم من الأيام قال أرنب أنا أسرع من سلافاتي فقالت السلافات تعالى أن نتسابق. ركض أرنب سريعا ثم نام سلافات وشط بطنا ولم تتوقف. وصلت سلافات إلى النهاية وربيت السباق. السلام عليكم ورحمة الله وبركاته. ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ ചെറുപ്പം മുതലേ കേട്ടുകൊണ്ടിരിക്കുന്ന ആമയും മുയലും പന്തയം വെച്ച കഥയാണിത്. അതെ, നമ്മുടെ ചെറുപ്പത്തിൽ ഈ കഥ അറിയാത്ത കുട്ടികൾ ഉണ്ടാവില്ല അല്ലേ RJ ജുമാന? ഇനി അടുത്തതായി ഒരു സ്പീച്ച് കേട്ടാലോ? ബിറുൽ വാലിദൈൻ എന്ന വിഷയത്തിൽ സ്പീച്ച് അവതരിപ്പിക്കുന്നത് ദാറുൽ ഖുർആൻ അക്കാദമിയിലെ അനീസ് ടി. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، أيها الأساتذة الكرام والطلبة الأعزاء، أقوم أمامكم اليوم بخطبة وجيزة تحت عنوان بر الوالدين. إن من قبل الحقوق وأوجابها على المسلم بر الوالدين، ولهذا كرنه سبحانه بالحق كما قال الله تعالى في سورة النساء: واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا. بل أوصى جل جلاله بالإحسان إليهما
وصحبتهما بالمعروف ولو كان كافرين ولكن لا يطيعهما في معصية الله وإشراك بها كما قال الله سبحانه وتعالى وإن جاهداك على أن تشرك بي ما ليس لك به علم ولا تطيعهما وصاحبهما في الدنيا معروفا وبر الوالدين كان من صفات الأنبياء عليهم السلام كما قال عن يحيى عليهم السلام وبرا بوالديه ولم يكن جبارا عصيا وقال سبحانه وتعالى عن عيسى عليهم السلام وبرا بوالدتي ولم يجعلني جبارا عصيا. أيها الإخوة الكرام، المقصود ببر الوالدين الإحسان إليهما بالكلام الطيب وأخذ الصوت والصلة المستمرة والخدمة وبذل المال وقضاء الحوائج ورفق بهما حتى نبتغي بذلك محبتهما ورضاهما. وقد وردت الحديث كثيرة في فضل بر الوالدين وتحريم حقوقهما حتى إن النبي صلى الله عليه وسلم جعل بر الوالدين مقدما على الجهاد في سبيل الله. سئل النبي صلى الله عليه وسلم أي العمل أحب إلى الله؟ قال الصلاة على وقتها. قيل ثم أي؟ قال بر الوالدين. قيل ثم أي؟ قال الجهاد في سبيل الله. وقال النبي صلى الله عليه وسلم رحم أنفه ثم رحم أنفه ثم رحم أنفه. قيل من يا رسول الله؟ ما أدراك أبوابي عند من قبل أحدهما أو كلاهما فلم يدخله الجنة. أختتم كلامي هذا مع السلام وآخر دعوانا أن الحمد لله رب العالمين. شكرا جزاكم الله خير. السلام عليكم ورحمة الله وبركاته. മാതാപിതാക്കളെ പറ്റി എത്ര പറഞ്ഞാലും മതിയാവില്ല അല്ലേ? ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സ്വർഗം എന്ന് നമ്മൾ എപ്പോഴും പറയും. അതുപോലെ ഉപ്പാന്റെ അനുഗ്രഹത്തിലാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. നമ്മുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യമുള്ള ആയുസ് നൽകി അനുഗ്രഹിക്കണമേ നാഥാ. ഇനി ഒരു ഇസ്ലാമിക് സോങ് കേൾക്കാം, ആസ്വദിച്ചോളൂ. ബ്രില്യൻസ് അക്കാദമിയിലെ അദ്നാൻ KT. തെക്കുബീരിൻ ധ്വനി പൊങ്കും അടുക്കള മോഹദിന്റെ തതിപറ്റ തീരത്തോഹ കുഫർ നടുവിൽ തൊക്കികാരം പീടുത്തടുത്ത ദീക്ഷണ മിസ് അബന്തി കൂടരെ നയനമെ തനിലാക്കി. തെക്കുബീരിൻ ധ്വനി പൊങ്കും അടുക്കള മോഹദിന്റെ തതിപറ്റ തീരത്തോഹ കുഫർ നടുവിൽ തൊക്കികാരം പീടുത്തടുത്ത ദീക്ഷണ മിസ് അബന്തി കൂടരെ നയനമെ തനിലാക്കി. തങ്ക കരവലം വെട്ടി ചൊങ്കൽ കൊടിയിടതെറ്റി രംഗൊള്ളതികലമേനി എങ്കും തുരുതുര വെട്ടി വെട്ടാലെ വീണിട ശൂരൻ തട്ടിൽ നബി കണ്ടിട തേങ്കി. വെട്ടാലെ വീണിട ശൂരൻ തട്ടിൽ നബി കണ്ടിട തേങ്കി. മക്കികളിൽ സുഖസുന്ദര നിന്ന് ഒത്ത കഫൻ പുട പുൽക്കൊടിയില്ലേ. മക്കികളിൽ സുഖസുന്ദര നിന്ന് ഒത്ത കഫൻ പുട പുൽക്കൊടിയില്ലേ. മക്ക ബക്കൂർ മിക്ക ഹക്കിലതൃപ്പം ഭംഗീശം മികവാ. മിക്കോർ സുഹൃദപ്പൻ ശോക്കിലരിപ്പം പങ്കോശം മികവാ. തികമികവാലതിബാദരൊത്ത വാദനം ശോഭ. തരിഷടബുസ്തി കോതിയൊത്ത ജമാലും ശബ. മമതമിതങ്കൊൽ സുന്ദരദീനിൻ പോരുളാറിന്തേ. മനമതിലെങ്കും മിസ്അബറങ്ക ഉണർந்த ചിന്ത. ചിന്ത പറந்து നടந்தവരൽ കമ്പൈത്തുടെ പാശം നേശമിലെ. ചുന്തിരവദനം ചിന്തുമയജരില്ലുള്ളറിയാനുണ്ടാശയിലേ. മക്ക ബക്കൂർ മിക്ക ഹക്കിലതൃപ്പം ഭംഗീശം മികവാ. മിക്കോർ സുഹൃദപ്പൻ ശൗക്കിലരിപ്പം പങ്കോശം തികവാ. ഇനി അടുത്തതായി ഒരു ഖുർആൻ റെസിറ്റേഷൻ കേൾക്കാം. കാതിന് ഇമ്പമുള്ളതും ഹൃദയത്തിന് കുളിരേകുന്നതുമായ റെസിറ്റേഷൻ. അൽഫിത്ര ഗ്രേഡ് 3 സ്റ്റുഡന്റ് ഷെസ ഫാത്തിമ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير. وللذين كفروا بربهم عذاب جهنم وبئس المصير.
إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها لم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير. ഒരു ഹദീസ് കൂടി കേൾക്കാം. ബ്രില്യൻസ് അക്കാദമിയിലെ ഷാബിൽ. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അറിവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് പഠിക്കുക എന്നുള്ളത് ഏതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രാധാന്യമേറിയ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹം ചെയ്ത കാര്യങ്ങളും അതുപോലെ തന്നെ പറഞ്ഞ കാര്യങ്ങളും അനുവദിച്ച കാര്യങ്ങളുമായി ഒരുപാട് ഹദീസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായ ഖുർആൻ, ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന അറിവുകൾ എന്നുള്ളത് വളരെയേറെ മഹത്വമേറിയതും വളരെയേറെ ആഴത്തിൽ പഠിക്കേണ്ടതുമാണ്. എന്നാൽ പലപ്പോഴും ഇപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടു നടപ്പ് അനുസരിച്ച് ലഹ്വിലും ലഅബിലും വിനോദത്തിലും കളിതമാശകളിലും സമയം ചിലവഴിക്കുക എന്നല്ലാതെ ഇത്തരം ഇൽമുകൾ നടക്കുന്ന സദസ്സിലേക്കോ അല്ലെങ്കിൽ ഇത്തരം ഇൽമുകൾ നേടുവാനോ ഒരു പ്രത്യേകം താല്പര്യമില്ലാത്തവരായിട്ടുണ്ട്. എന്നാൽ ഇസ്ലാം ഇൽമ് നേടുന്നത്, അറിവ് നേടുന്നത് വളരെയേറെ പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. അതായത് ആര് ഇൽമ അന്വേഷിച്ചുകൊണ്ട് ഒരു പാതയിൽ ഇറങ്ങിച്ചെന്നുവോ, ആര് ഇൽമ അന്വേഷിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചുവോ അല്ലെങ്കിൽ ഇൽമ അന്വേഷിക്കുവാൻ വേണ്ടി ആര് തയ്യാറായോ, സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, അത് മുഖേന, അതായത് ഇൽമ തേടുന്നത് മുഖേന അവൻക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്കുള്ള പാത എളുപ്പമാക്കി കൊടുക്കും. സുബ്ഹാനല്ലാഹ്, വളരെയേറെ വമ്പിച്ച പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നത്. ഓരോ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കിയ വഴികളെല്ലാം നാം നോക്കും. നമ്മൾ ഒരു സ്ഥലത്തോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടോ, അതിൻ്റെ ഇടയിൽ എത്ര കുറുക്കുവഴിയുണ്ടോ, അതെല്ലാം അന്വേഷിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യമായ സ്വർഗത്തിലേക്കുള്ള വഴി ഞാൻ എളുപ്പമാക്കി തരും. എന്ത് ചെയ്താൽ? ഇൽമ അന്വേഷിച്ച് നിങ്ങൾ ഇറങ്ങിയാൽ, അതായത് ഇൽമ നിങ്ങൾ പഠിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ സ്വർഗം നേടിയെടുക്കാൻ വളരെയേറെ എളുപ്പമാണ്. ഇത്രയും വലിയ പ്രതിഫലം അള്ളാഹു ഓഫർ ചെയ്തിട്ടും ആ ഇൽമിനെ അന്വേഷിക്കാതെ
കളി വിനോദത്തിൽ ചെലവഴിക്കുകയാണെങ്കിൽ നമ്മൾ വെറും നഷ്ടക്കാരാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ആ താഴ്വാരയിലൂടെ നദികളൊഴുകുന്ന സ്വർഗ പൂങ്കാവനത്തിൽ ഓടി നടക്കാൻ കഴിയുന്ന സുന്ദരികളായ യുവതികളായിക്കൊണ്ട് അല്ലെങ്കിൽ യുവാക്കളായിക്കൊണ്ട് അവിടെ കഴിഞ്ഞുകൂടുവാൻ നിങ്ങൾക്കും എനിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അവസാനമായി ക്യാമ്പസ് വാർത്തകൾ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്യാമ്പസ് വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് മുഹമ്മദ് സൈൻ. പ്രധാന വാർത്തകൾ. അൽഫിത്ര ഇസ്ലാമിക് സ്കൂൾ ദാറുൽ അൻസാർ വളവന്നൂർ ബിഗിനർ ഗ്രീൻ ഡേ സംഘടിപ്പിച്ചു. ലെവൽ 2 സ്റ്റുഡൻസിന്റെ വെഹിക്കിൾസ് ഡേ വഹിച്ച് പങ്കുശ്രദ്ധേയമായിരുന്നു. അവിടെയുള്ള കുട്ടികൾ വിവിധ തരം വാഹനങ്ങൾ പ്രദർശിപ്പിച്ചു. വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ, ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ, എയർ ട്രാൻസ്പോർട്ടേഷൻ എന്നീ രീതിയിലായിരുന്നു വാഹനങ്ങൾ പ്രദർശിപ്പിച്ചത്. ലെവൽ 1 സ്റ്റുഡൻസിന്റെ സീസൺസ് ഡേ നടത്തി. ആ ദിനം അതിമനോഹരമായിരുന്നു. കൃത്യമായ എല്ലാ സീസണുകളും കുട്ടികളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു. വിന്റർ സീസൺ, റെയിനി സീസൺ, സമ്മർ സീസൺ, സ്പ്രിംഗ് സീസൺ. ഈ പരിപാടികൾ കുട്ടികൾക്ക് അറിവ് നൽകുകയും ആനന്ദം പകരുകയും ചെയ്തു. അൽഫിത്ര ഇസ്ലാമിക് സ്കൂൾ ദാറുൽ അൻസാർ വളവന്നൂർ ആർട്സ് ഫെസ്റ്റ് 2K25-26 വിജയികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. ഈ അവസരത്തിൽ കുട്ടികൾക്ക് മികച്ച പ്രോത്സാഹനം നൽകാനായി നന്നായ ഒരു അനുഭവം ഒരുക്കിയിരുന്നു. അൽഫിത്ര ഇസ്ലാമിക് സ്കൂൾ ദാറുൽ അൻസാർ വളവന്നൂർ ഒക്ടോബർ മാസത്തിലെ സ്റ്റാർ ഓഫ് ദ മന്ത് പ്രഖ്യാപിച്ചു. ബിഗിനർ മുതൽ ഗ്രേഡ് 4 വരെയുള്ള ക്ലാസുകളിൽ മികച്ച പ്രകടനത്തിന് വിദ്യാർത്ഥികളെ സ്റ്റാർ പെർഫോമർ ഓഫ് ദ മന്തായി തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ ഒക്ടോബർ മാസത്തിൽ നടത്തിയ ഖുർആൻ മെമ്മറൈസേഷൻ മത്സരം വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു. എല്ലാ ആഴ്ചയിലും ദിവസത്തിലും ഹിഫ്ൾ താരങ്ങൾ. ഹിഫ്ൾ പഠനത്തിന്റെ ഭാഗമായി ഓരോ ദിവസത്തിലും ആഴ്ചയിലും പഠിക്കുന്നതിന്റെ ക്രമാനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന പദവികളാണ് ഡെയിലി സ്റ്റാറും വീക്ക്ലി സ്റ്റാറും. ഇത് കുട്ടികൾക്ക് വളരെ ആവേശമാണ്. മന്ത്ലി ടോപ്പർമാരായ മുഹമ്മദ് അദിനാനും മുഹമ്മദ് ആദിലും 26 ദിവസം കൊണ്ട് 42 പേജ് പഠിച്ചുകൊണ്ട് അദിനാനും 26 ദിവസം കൊണ്ട് 25 പേജ് പഠിച്ചുകൊണ്ട് ആദിലും മന്ത്ലി ടോപ്പർമാരായത്. ദാറുൽ അൻസാർ 2ാം ടർഫ് ടൂർണമെന്റ്. വളവന്നൂർ ദാറുൽ അൻസാർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ടർഫ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളെ വിവിധ ഗ്രൂപ്പുകളാക്കി തിരിച്ചാണ് മത്സരം നടന്നത്. ദാറുൽ അൻസാർ ഖുർആൻ അക്കാദമിയിലെ പുതിയ താരങ്ങൾ. വളവന്നൂർ ദാറുൽ അൻസാർ ഖുർആൻ അക്കാദമിയിലെ പുതിയ താരങ്ങൾ. 10 ജുസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ആദിൽ എൻ ആദ്യ താരവും 5 ജുസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഹാദി റഹ്മാനും 2ാം താരവും. അധ്യാപകരുടെ പ്രത്യേക പരിശീലനം അവർക്കുണ്ടായിരുന്നു. മാനേജ്മെന്റിന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ അവർക്ക് ലഭിച്ചു. അഫാഫ് സൈനും മൗലാന അബ്ദുൽ കലാം ആസാദ്. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11-ന്. അതിൻ്റെ ഭാഗമായി അഫാഫ് സൈൻ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പ്രസിദ്ധമായ ഓർമ്മകളും വാക്കുകളും ഉൾക്കൊള്ളിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനവും പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ പ്രസംഗം നടത്തി. അതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുകയും ചെയ്തു. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. ശുഭദിനം. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് സമാപിച്ചു. കൂടുതൽ പരിപാടികളുമായി വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. താങ്ക്സ് ഫോർ ബീയിങ് വിത്ത് us. Darul FM. This is RJ Safna and RJ Jumana signing off. Stay tuned, stay happy. Subhanakallahumma wa bihamdik nashhadu an la ilaha illa anta nastaghfiruka wa atubu ilaik. Assalamu alaikum wa rahmatullahi wa barakatuh.